ശാന്താകാരം ഭുജവിഷയം അനാമം സുരേശം വിശ്വാധാരം ഗഗനസമ്മേകവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗദധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭൈരം സർവലോകനാഥം. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പനാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവത്ഗീതയിൽ 29ാമത്തെ അധ്യായമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ശുദ്ധജ്ഞാന അഭ്യാസമാണ് ഇതിൽ പറയുന്നത്. ഉദ്ധവർ ചോദിച്ചു, അല്ലയോ അച്യുത, അങ്ങീ പറഞ്ഞ യോഗചര്യയൊക്കെ നടപ്പാക്കാൻ അത്യന്തം പ്രയാസമാണ്. മനുഷ്യന് ഉടൻ തന്നെ സത്യം അറിയാൻ വല്ല വഴിയുമുണ്ടോ? യോഗചര്യ പ്രയാസമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലയോ പുണ്ടരീകാക്ഷ, യോഗിമാർ മനസ്സിനെ വശത്താക്കാൻ വളരെ പാടുപെടുന്നുണ്ട്. എന്നാൽ എത്ര ക്ലേശിച്ചിട്ടും ഒരു സമാധാനവും കിട്ടാതെ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പരമസത്യം അന്വേഷിക്കുന്നവർ ആനന്ദത്തിൽ ഇരിപ്പിടമായ അങ്ങയുടെ പാദപത്മത്തെ സർവദാ ശരണം പ്രാപിക്കുന്നത്. അല്ലയോ അരവിന്ദലോചന, ആ ഭക്തന്മാർ അനായാസം ആനന്ദം കണ്ടെത്തുന്നു. അവർ യോഗാനുഷ്ഠാനങ്ങളിലും മറ്റും അഭിമാനമുള്ളവരായിട്ട് കാണപ്പെടുന്നില്ല. അന്യോന്യ ശരണന്മാരായിരിക്കുന്ന ഭക്തദാസന്മാരിൽ അങ്ങ് ആത്മതുല്യത്വം അനുഗ്രഹിച്ച് അരുളുന്നതിനാൽ അതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു? ലോക പാലകന്മാരുടെ കിരീടങ്ങൾ തൊട്ടു തലോടുന്ന പാദപീഠത്തോടു കൂടിയ അവിടുന്ന് രാമാവതാരത്തിൽ ഭക്തരായിരിക്കുന്ന കുരങ്ങന്മാരെ കൂട്ടുപിടിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ഇഷ്ടത്തിനൊത്ത് എന്തും നേടിക്കൊടുക്കുന്ന അങ്ങയെ ആരാണ് കൈവിടുക? അങ്ങയുടെ ഈ കാരുണ്യ അതിരേകം അറിയുന്ന ആരെങ്കിലും അങ്ങയെ വിട്ടിട്ട് മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുമോ? മറ്റെന്തും സുഖസ്വരൂപിയായിരിക്കുന്ന അങ്ങയെ മറക്കാൻ മാത്രമല്ല ഉപകരിക്കൂ. അതുകൊണ്ട് ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിയുന്നവർ സർവദാ എല്ലാം കൈവിട്ട് അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. അങ്ങാകട്ടെ ഗുരുരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജീവികൾക്ക് അകത്തും പുറത്തും എല്ലാം അശുഭങ്ങളെ മാറ്റി കാരുണ്യം പ്രകടമാക്കുകയും ചെയ്യും. ഭക്തിപരവശനായിരിക്കുന്ന ഉദ്ധവരുടെ ചോദ്യം ഭഗവാൻ അനുകമ്പയോടെ കേട്ടു. ത്രിമൂർത്തികളുടെ രൂപം ധരിച്ച് പ്രപഞ്ച ലീലയെ ആടിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ പ്രേമവായ്പോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഉത്തമ, അത്യന്തം മംഗളപ്രദമായ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. അവ ശ്രദ്ധയോടെ ആചരിക്കുമെങ്കിൽ ദുർജയമായ ഭണ്ഡത്തെ ആർക്കും ജയിക്കാൻ കഴിയും. സാവകാശം എന്നെ തന്നെ ഓർമ്മിച്ച് എല്ലാ കർമ്മങ്ങളും എൻ്റെ പൂജയായി നിർവഹിക്കൂ. മനസ്സും ബുദ്ധിയും എന്നിൽ തന്നെ അർപ്പിക്കൂ. ഞാൻ മാത്രമാണ് ധർമ്മം എന്ന് കാണണം. അങ്ങനെ ഉള്ളിൽ നിരപേക്ഷമായിരിക്കുന്ന സുഖം കണ്ടെത്താൻ ശ്രമിക്കണം. എൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ജ്ഞാനികൾ വസിക്കുന്ന ഇടങ്ങളെ ആശ്രയം തേടണം. ദേവാസുര മനുഷ്യരിലൊക്കെ എൻ്റെ ഭക്തന്മാർ ആചരിക്കുന്ന പോലെ ആചരിക്കണം. എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളോ ഉത്സവങ്ങളോ നൃത്തവാദ്യങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ സംഘടിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല. എന്തായാലും എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും പുറത്തും അകത്തും പുറത്തും എല്ലാം ഒരു മറവുമില്ലാതെ ആത്മാവിലും ആത്മാവായിട്ട് വിളങ്ങുന്ന ബോധരൂപനായിരിക്കുന്ന എന്നെ തന്നെ കാണണം. എപ്രകാരമാണോ ഒരു ഹൃദയന് ആകാശത്തെ കാണാൻ കഴിയുന്നത്, അതേപോലെ ഒരു ശുദ്ധഹൃദയൻ എപ്രകാരമാണോ ആകാശത്തെ സർവത്ര ആകാശവും പുറവും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത്, അതേപോലെ ഒരു സത്യാന്വേഷി ബോധരൂപനായിരിക്കുന്ന ഭഗവാൻ സർവത്ര അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഒരു മറവുമില്ലാതെ കാണാൻ സാധിക്കണം. ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ജീവാത്മാവിലും ആത്മാവായി ആ സത്യം ഒരു മറവുമില്ലാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണണം. അല്പം ചിന്താശക്തിയുള്ള ഒരാൾക്ക് പ്രപഞ്ചം മുഴുവൻ ആകാശം മാത്രമാണെന്ന് കാണാൻ കഴിയും. കട്ടിപിടിച്ച ജഡമായി കാണുന്ന കാഴ്ചയിൽ പോലും അകത്തോ പുറത്തോ ആകാശമില്ലാത്ത ഒരു ബിന്ദു പോലും കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് സത്യം. സംശയമുള്ളവർ ഏത് പദാർത്ഥവും
തുരന്ന് കണ്ടെത്താൻ കഴിയുമോ? സംശയമുള്ളവർ ഏത് പദാർത്ഥവും തുരന്ന് നോക്കട്ടെ. അപ്പോൾ ജഗത്തിന്റെ ആകാശം ഇല്ലാത്ത ഒരു ബിന്ദു പോലും ഇല്ലെങ്കിൽ ഈ ജഗത്തായി കാണപ്പെടുന്നത് ഒരു മറവുമില്ലാതെ ആകാശം തന്നെ ആണെന്ന് തീരുമാനിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. എന്നാൽ ശുദ്ധശൂന്യമായി തോന്നുന്ന ആകാശത്തിൽ ഒരു ഭ്രമാനുഭവം പോലും സാധ്യമല്ലെന്നതും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആകാശം ബോധാകാശമാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം. ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള അവസ്ഥ ബോധാകാശത്തിന് അപ്പുറമായിരിക്കാം. ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള അനുഭവമാണ് ജഗത്ത്. അനുഭവമില്ലാത്തിടത്ത് ജഗത്തുമില്ല. അനുഭവം ബോധത്തിന്റെ മാത്രം സ്വരൂപമാണ്. പോരെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രപഞ്ചം മുഴുവൻ അവന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടും. മുഴുവൻ അവന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ബോധത്തിലാണ് സ്ഫുരീകരിക്കുന്നതെന്നും തീർച്ചയാണല്ലോ. ഞാനുണ്ടെങ്കിലല്ലേ ഈ പ്രപഞ്ചവുമുള്ളൂ. തീർച്ച. ഈ നിലയിലൊക്കെ ആകാശത്തെയും ബോധത്തെയും വിശകലനം ചെയ്ത് അറിയുന്നത് ഒരാൾക്ക് അവനവന്റെ ഉള്ളിലും പുറത്തും ഒരേപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഉള്ളിലും പുറത്തും ബോധരൂപനായിരിക്കുന്ന ഈശ്വരൻ ഒന്ന് മാത്രമാണ്, ഒരു മറവുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ കാണണം എന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കാണണം എന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ ഉടനെ തന്നെ ഈശ്വരനെ കണ്ടെത്താനാകും നിഷ്പ്രയാസം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ അദ്വൈത അനുഭൂതിയിലേക്ക് ജീവൻ മുക്തഭാവം നമ്മൾ അനുഭവിച്ച ശരീരം ത്യജിച്ചാലും ഈശ്വരനിലേക്ക് എത്തും എന്നതിൽ സംശയമില്ല എന്നർത്ഥം. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അല്ലയോ ബുദ്ധിമാനായിരിക്കുന്ന ഉദ്ധവരെ, ജ്ഞാനത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് ഇപ്രകാരം എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ബോധരൂപനായിരിക്കുന്ന ഞാനായി കണ്ടുകൊണ്ട് മനസ്സാ പൂജിച്ച് കഴിഞ്ഞുകൂടിക്കൊള്ളുക. ജ്ഞാനം കേവലമാസത. ജ്ഞാനത്തെ മാത്രം അവലംബിച്ച് എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ബോധരൂപനായിരിക്കുന്ന ഭഗവാനായിട്ട് കാണണം. ജ്ഞാനമാണ് ലക്ഷ്യമെന്ന് ഈ പദ്യം സംശയമന്യെ സമർത്ഥിക്കുന്നു. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? അന്വയ വ്യതിരേക യുക്തികളിലൂടെ ഏത് ഉണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല എന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഭാഗവതം ഒരു അന്വയ വ്യതിരേക യുക്തി മംഗളശ്ലോകത്തിലും ചതുശ്ലോകി ഭാഗത്തിലും മറ്റനേക സ്ഥലങ്ങളിലും വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല എന്നതാണ് അന്വയയുക്തി. ബോധമില്ലേ ജഗത്തില്ല എന്നതാണ് വ്യതിരേക ബുദ്ധി. ഞാനുണ്ടെന്നുള്ള ബോധമുണ്ടെങ്കിൽ അത് വ്യതിരേക ബുദ്ധി. അത് അന്വയ ബുദ്ധി എന്ന് പറയുന്നതാണ് ഞാനുണ്ട് അതുകൊണ്ട് ബോധമുണ്ട് എന്ന് നമുക്ക് തോന്നപ്പെടുന്നു. ഞാനില്ലേ ബോധമില്ല, അത് വ്യതിരേക ബുദ്ധി. അപ്പം യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഞാനാരാണ് എന്നറിയുന്നതാണ്. അപ്പോൾ ജഗത്തായി കാണപ്പെടുന്ന നാനാത്വത്തെയും ഒരു വ്യക്തിയുടെ വിചാരം ചെയ്യുമെങ്കിൽ, ഒരു വ്യക്തി വിചാരം ചെയ്യുമെങ്കിൽ കേവലബോധരമായിരിക്കുന്ന അഥവാ ബ്രഹ്മരൂപിയായിരിക്കുന്ന ആയി കാണാൻ ഒരു പ്രയാസവുമില്ല. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം സർവത്ര ഈശ്വരനെ ഒരു മറവും ഇല്ലാതെ നേരിട്ട് കാട്ടിത്തന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നേടണം എന്ന് ഭഗവാൻ ആശ്ചര്യപ്പെടുന്നത് ഇത് സാധിച്ചയാൾ മാത്രമാണ് പണ്ഡിതൻ എന്നും പറഞ്ഞു. ബ്രാഹ്മണനിലും ചണ്ടാലിലും കള്ളനിലും ബ്രഹ്മാവിലും സൂര്യനിലും തീപ്പൊരിയിലും ക്രൂരനിലും അക്രൂരനിലും ഒരു ഭേദവും ഇല്ലാതെ ആരാണോ ബ്രഹ്മത്തെ ദർശിക്കുന്നത് അവനാണ് പണ്ഡിതൻ. അതായത് സർവത്ര സമദർശി എന്ന് പണ്ഡിതൻ പറയും. ഈ സമദർശനം ആർക്കുറപ്പുണ്ടാകുന്നുവോ, ഉറപ്പ് വരുന്നുവോ, അയാളിൽ നിന്ന് അഹങ്കാരം ഉൾപ്പെടെയുള്ള സ്പർദ്ധ, അസൂയ, തിരസ്കാരം എന്നിവയെല്ലാം അതിവേഗം വിട്ടുപോകും. ഇതിനായിട്ട് വേണ്ടി വന്നാൽ അഹങ്കാരികളായിരിക്കുന്ന സജ്ജനങ്ങളെ ദൂരെ അകറ്റി നിർത്തണം.
ഞാൻ ദേഹമാണെന്ന ചിന്തയും ലജ്ജയും ഉപേക്ഷിക്കണം. എന്നിട്ട് പട്ടി, ചണ്ടാലൻ, പശു, കഴുത എന്നിവരുടെ ഒക്കെ മുൻപിൽ തറയിൽ ദണ്ഡവത് പ്രണമിക്കണം. എത്ര കാലം ഇത് തുടരണം? എപ്പോൾ വരെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ബ്രഹ്മഭാവം ഉറപ്പിക്കുന്നില്ലയോ അന്ന് വരെ. അപ്പോൾ വരെ ഏത് നിമിഷം? അന്നൊന്നല്ല പറഞ്ഞേ, ആ ഒരേ നിമിഷം മാത്രം മതി. വിദ്യ കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഈ പ്രഭാവം ഉറപ്പുവരുത്തണം. ഉറപ്പുവന്ന് സർവത്ര ബ്രഹ്മത്തെ അനുഭവിക്കാൻ സാധിച്ചാൽ സംശയമെല്ലാം തീർന്ന് ജ്ഞാനാഭ്യാസം അവസാനിപ്പിക്കാം. തകൃതി പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തെ പോലും ഗ്രന്ഥത്തെ പോലും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കണം. പൂജിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹത്തെ ഉപേക്ഷിക്കണം. സകലത ഉപേക്ഷിച്ച് നമ്മൾ പരമമായ തലത്തിലേക്ക്, ആ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യകതയില്ല എന്ന് ഉത്തരഗീത പറയുന്നത്. പക്ഷെ നമുക്ക് എത്ര കാലം ഈ ദ്വന്ദ്ഭാവം നിലനിർത്തുന്നോ നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ പറയായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുകയില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയില്ല. പുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടാൽ അത് കേൾക്കും, ഉപരിപ്ലവമായിട്ട്. അതായത് ഔട്ടർ ബോഡിയിൽ ഇതൊക്കെ കേൾക്കും. പക്ഷെ ഇന്നർ ബോഡിയിൽ അഥവാ സൂക്ഷ്മതലത്തിലോ കാരണതലത്തിലേക്കോ ഈ ഗ്രാഫിൻ പവർ എത്തുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് പരമകാരുണ്യനായിരിക്കുന്ന എന്നിൽ ഭാവങ്ങൾ കൽപ്പിക്കുന്നുവോ, എന്തെല്ലാം ഭാവങ്ങൾ കൽപ്പിക്കുന്നുവോ എങ്കിലും അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നറിയുക. ശ്രേഷ്ഠനായിരിക്കുന്ന സുഹൃത്തെ, അതിലുള്ള ശ്രമം നിരർത്ഥകമാണ്, ഭയത്തിനും മറ്റും എന്ന പോലെ. അതായത് നമ്മൾ ലോകസേവാർത്ഥം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ എല്ലാ ഭാവങ്ങളും നമ്മളിൽ പ്രകടമാകുന്നു, മറ്റൊരാളിൽ പ്രകടമാകുന്നതൊക്കെ ഈശ്വരന്റെ ശക്തി കൊണ്ടാണെന്ന് നമ്മൾ ഈ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 8, 9 ശ്ലോകങ്ങളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. അപ്പം അതായത് നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി പരമകാരണനായിരിക്കുന്ന എന്നിൽ കൽപ്പിതമായിരിക്കുന്ന എന്തെല്ലാം ഭാവങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ നിഷ്ഫലമായിരിക്കുന്ന എങ്കിൽ അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടാകുന്നുമില്ല. അതിനുള്ള ശ്രമം നിരർത്ഥകമാണ്. സത്തമ, ശ്രേഷ്ഠനായിരിക്കുന്ന സുഹൃത്തെ, ഭയാതെ ഇവ ഭയത്തിലും മറ്റും എന്ന പോലെ. അതായത് ചുരുക്കി പറഞ്ഞാൽ പരമഭക്തന്മാരായിരിക്കുന്ന പരമകാരണനായിരിക്കുന്ന പരമഭക്തന്മാരെ, ഭഗവാനെ തിരിച്ചറിഞ്ഞ് വേറെ എന്തെല്ലാം ഭാവങ്ങൾ കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലും, അതായത് പരമകാരണനായിരിക്കുന്ന ഭഗവാനെ വ്യത്യസ്ത ഭാവങ്ങളിൽ യാം തന്നെ ഭക്തക എങ്കിലും അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പ്രയത്നിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ശ്രേഷ്ഠമായ ആ ഫലത്തിലേക്ക് എത്തുന്നില്ല. അവര് നിരാശരായിട്ട് മടങ്ങുന്നു. എന്നാൽ അതിന് ശ്രേഷ്ഠനായിരിക്കുന്ന സുഹൃത്തെ, ഉദ്ധവ, അതിനുള്ള ശ്രമം നിരർത്ഥകമാണ് എന്ന് പറഞ്ഞാൽ എന്താ? പരമകാരനായിരിക്കുന്ന എന്നെ വേറെ എന്തെല്ലാം ഭാവങ്ങൾ കൽപ്പിക്കപ്പെടുന്നോ എങ്കിലും അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ശ്രേഷ്ഠനായിരിക്കുന്ന സുഹൃത്തെ, നീ അതിൽ നിന്ന് ഉയർന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ശ്രേഷ്ഠനായിരിക്കുന്ന സുഹൃത്തെ. അതിനുള്ള ശ്രമം നിരർത്ഥകമാണ്. അഥവാ ഇനി എങ്ങനെയെങ്കിലും അവരെ ഉപദേശിച്ച് നേരെയാക്കാം എന്നൊക്കെ ശ്രമം നടത്തിയാലും അതൊക്കെ നിരർത്ഥകമാണ്. അവരവർക്ക് ബോധ്യം എന്ന കാര്യം ശരിക്ക് താല്പര്യത്തോടെ നമ്മൾ ചെയ്യും. ബോധ്യം വരാത്തത് ഭൗതികമായാലും ആത്മീയമായാലും നമുക്ക് ബോധ്യം വരാത്തത് നമ്മൾ വാളണ്ടിയർലി ഒരു കാര്യവും ഏറ്റെടുക്കില്ല, പ്രത്യേകിച്ചും മലയാളികൾ. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും വിവാദം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഈ കാര്യകാരണ സഹിതം മനസ്സിലാക്കാനുള്ള ക്ഷമയോ അത് ചെയ്യുന്നവർക്ക് പറഞ്ഞ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അബദ്ധം പറ്റുമ്പോൾ അത് വലിയ നിരർത്ഥകമായിട്ട് ചിലപ്പോൾ സംഭവിക്കും. പലതും ഒരർത്ഥമില്ലാതെ ആവശ്യമില്ലാത്ത സ്പർദ്ധ ഉണ്ടാക്കി, ആവശ്യമില്ലാത്ത ശത്രുത വളർത്തി, ആർക്കും പ്രയോജനമില്ലാതെ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ
പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു തരത്തിലും ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ വളരെയധികം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മത്തിൽ മറ്റൊരു ഭാവം കൽപ്പിച്ചുണ്ടാക്കുന്നത് നിഷ്ഫലമാണ് ഉദ്ധവ. ബ്രഹ്മം ജഗത്തിന്റെ പരമകാരണമായിരിക്കുന്ന അഖണ്ഡ ബോധരൂപമാണ് എന്നറിയണം. പരമകാരണം അറിയപ്പെട്ടാൽ പിന്നെ അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുക സാധ്യമല്ലല്ലോ. എല്ലാത്തിനും പരമകാരണമായിരിക്കുന്ന വസ്തു എന്താണെന്ന് മനസ്സിലായാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. പിന്നെ ആ ശക്തിയെ മാത്രം ആശ്രയം പ്രാപിച്ചാൽ പിന്നെ നിങ്ങൾ ഏതേത് ഭാവത്തിൽ ഭഗവാനെ ഭജിക്കുന്നു ആ ഭാവത്തിലൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും എപ്പോഴെങ്കിലും മാറ്റമുണ്ടെന്ന് തോന്നിയാൽ അത് മായാകൽപിതമാണ്. മായാകൽപിതം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ബ്രഹ്മം പ്രതീകങ്ങളായാലും ദേവത രൂപങ്ങളായാലും ഒക്കെ മിഥ്യയാണ്. ധ്യാനവേളയിൽ മനസ്സിന്റെ ഏകാഗ്രത ശീലിക്കാൻ അറിഞ്ഞ് കൊണ്ട് അവയെ അംഗീകരിക്കുന്നതിന് ദോഷമൊന്നുമില്ല. എന്നാൽ അവയൊക്കെ സത്യമാണെന്ന് കരുതി ലൗകിക കാര്യങ്ങളിൽ സാധ്യത്തിനായിക്കൊണ്ട് അവയെ സമീപിച്ചാൽ അവയൊക്കെ വാസനയായിട്ട് മാറി സത്യ അനുഭവത്തിനും തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് അതിനുള്ള ശ്രമം നിരർത്ഥകമാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് കാര്യകാരണ സഹിതം മനസ്സിലാക്കിയിട്ട് വേണം ഒരു കർമ്മം ചെയ്യാൻ പോകാൻ. ആ കർമ്മം ചെയ്യാൻ അതിൽ നിന്നുള്ള ഗതിവിഗതികൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ ഇല്ലേ നമ്മുടെ കർമ്മത്തെ കുറ്റം പറയില്ല ചുരുക്കുക. ഞാൻ ചെയ്തൊക്കെ ശരിയാന്നേ പറയുള്ളൂ എല്ലാവരും. അപ്പം അങ്ങനെ മറ്റുള്ളവരെ ഇല്ല അവയെ കൊണ്ട് വാസനാബലമായിട്ട് മാറ്റി സത്യാനുഭവത്തിൽ എത്താമെന്ന് തീരുമാനിച്ചാൽ അത് നടക്കില്ല. സത്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ സത്യമല്ല എന്ന് ഉറപ്പിക്കണം. അപ്പോൾ മാത്രമേ സത്യം ആയത് തെളിഞ്ഞു വരൂ. അല്ലാതെ ഉപരിപ്ലവമായിട്ടുള്ള ശ്രമം നിരർത്ഥകമാണെന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭയം മറ്റും കരച്ചിലിനും ഭയന്ന് ഓടാനും വരെ ഇടയാകും. അതിനെ വഴി ഒരുക്കും. ഒടുവിൽ ഈശ്വരനിൽ പോലും വിശ്വാസം കുറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ടതായും വരും. തത്വം അറിയാതെ എന്നെ ഭജിക്കുന്നവർ താഴോട്ട് പോരാൻ ഇടയാകും. കലിയുഗമായതുകൊണ്ട് തത്വം അറിയാതെ ഭഗവാനെ ഭജിക്കുന്നവർ അനേകം പേരുണ്ട്. പക്ഷെ അത് ഇഹത്തിലും പരത്തിലും പ്രയോജനം ചെയ്യില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആരെയാണോ കാണാൻ പോകുന്നത് അവരെ പറ്റി ഒരു ബയോഡേറ്റ എങ്കിലും കയ്യിലുണ്ടായിരിക്കും. നമ്മൾ ഏത് സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്തെ പറ്റി അവബോധം ഉണ്ടായിരിക്കണം. ഇന്നൊക്കെ എളുപ്പമാണ് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഗൂഗിൾ മീറ്റിലോ ഗൂഗിൾ മാപ്പിലോ ഒക്കെ നോക്കിയാൽ നമുക്ക് ശരിയായ റൂട്ടും കൂടെ മനസ്സിലാകും. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇതൊക്കെ ജ്ഞാനം അങ്ങേ ആവർത്തിച്ച് കേൾപ്പിച്ചിരിക്കുന്നു. എത്രയോ തവണ കേട്ടിരിക്കുന്നു. ഇത് വിധാനം ചെയ്തറിഞ്ഞ് വ്യക്തി എല്ലാം സംശയങ്ങളും ഒഴിഞ്ഞ് മാറി ജീവൻ മുക്തഭാവത്തിൽ വർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായി ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി ഇതോടുകൂടി ധരിച്ചോളൂ, ആരാണോ ആനന്ദപ്രദമായ ഒരു ബ്രഹ്മ രഹസ്യം എൻ്റെ ഉത്തമ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്, എന്നെ തന്നെ അവൻ്റെ ആത്മാവായി തെളിയിച്ച് അവനെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവൻ്റെ ആത്മാവായിട്ട് തെളിയിച്ച് അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മരഹസ്യം എൻ്റെ ഉത്തമ ഭക്തന്മാർക്ക് നൽകുന്നത് എന്നെ തന്നെ അവൻ്റെ ആത്മാവായിട്ട് തെളിയിച്ച് അവനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആരാണോ പരമപവിത്രമായിരിക്കുന്ന ഈ ബ്രഹ്മവും സദാ ഓർമ്മിച്ച് ഉറപ്പിക്കുന്നത്, അവൻ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ജ്ഞാനം പ്രകാശം പേറി പ്രകാശവാനായിട്ട് ഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധയോടെ ആരാണോ കേൾക്കുന്നത് അയാളിൽ ഭക്തി വർദ്ധിച്ച് കർമ്മബന്ധനത്തിൽ നിന്ന് അവന് മുക്തി നേടാം. ഈ യുദ്ധോപദേശത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥത്തെ വിചാരം ചെയ്ത് യുക്തിസഹജമായിട്ട് ജീവിതം നയിക്കാൻ ശ്രമിക്കുക. അങ്ങനെയായാൽ ഉദ്ധവരെ സ്നേഹിത, അങ്ങ് ഇത് വേണ്ട പോലെ ധരിച്ചുവോ? അങ്ങയുടെ ശോകവും മോഹവും മാറിയോ? അഹങ്കാരം നിരാശാവാദിയും
നിർബന്ധ ബുദ്ധിയും ഷടനും ഇത് ഉപദേശിക്കാൻ പാടില്ല എന്ന് കേൾക്കാൻ പാടില്ലാത്തവരും ഭക്തനല്ലാത്തവരും വിനയമില്ലാത്തവനും ഉപദേശിക്കാൻ പാടില്ല എന്ന് കൂടി ഭഗവാൻ പറഞ്ഞു. സത്യജിജ്ഞാസയും ഭക്തിക്കുള്ള സ്ത്രീക്കോ ശൂദ്രനോ പോലും ഇത് ഉപകരിക്കാൻ സാധിക്കും. അപ്പോൾ ബ്രാഹ്മണനായ ആളാണ് ഈ വൈശ്യന്റെ വേഷമായാലും സന്താന ഗോപാലമായാലും ശൂദ്രന്റെ വേഷമായാലും ഈ പറയുന്ന ക്ഷേത്രകലകളിൽ ഇതൊക്കെ താല്പര്യത്തോടുകൂടി ചെയ്യുന്നവരുണ്ട്. താല്പര്യമില്ലാത്തവനും ഭക്തനല്ലാത്തവനും വിനയമില്ലാത്തവനും ഉപദേശിക്കാനും പാടില്ലാതെ പറഞ്ഞു. അവനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിച്ചാലും പ്രസ്തുത ജോലി താല്പര്യത്തോടായിരിക്കും. അപ്പം നമ്മൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറയും. കുറച്ച് പേര് ഇങ്ങനെ സംസ്കാര കലകൾ ഒക്കെ അവതരിപ്പിക്കാനായിട്ട് വരുമ്പോൾ അവരെ ഒന്നും നിർബന്ധ ബുദ്ധിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കുക. ആരെയും ഒരു കാര്യത്തിലും ഉപദേശിക്കാൻ പാടുള്ളതല്ല എന്ന് ഗീതാശാസ്ത്രത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. അതേ കാര്യം ഭാഗവതത്തിലും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ചരിതം പറയാൻ തന്നെ ആരംഭിച്ചത് എന്നർത്ഥം. നിർബന്ധ ബുദ്ധിയായിരിക്കുന്ന ഷടനും ഉപദേശിക്കാൻ പാടില്ല. താല്പര്യമുള്ളവർക്ക് മാത്രമേ ഗീതാശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ. ഭക്തിയില്ലാത്തവനും ഈശ്വരവിശ്വാസി അല്ലാത്തവർക്കും ഗീതാശാസ്ത്രം പറഞ്ഞു കൊടുക്കരുത്. എന്നാൽ ആരാണോ ഈ ബ്രഹ്മസത്യത്തിൽ താല്പര്യമുള്ളവനും പ്രിയപ്പെട്ടും ജിജ്ഞാസുക്കളായിട്ട് ആത്മജ്ഞാനി ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരായിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് പ്രപഞ്ച ഈ ദ്രവ്യങ്ങളെ കൊണ്ട് എന്നെ പൂജിക്കുന്നതിന് ശ്രേഷ്ഠമാണെന്ന് കൂടി ഭഗവാൻ വെളിപ്പെടുത്തി. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഈ ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല, അവശേഷിക്കുന്നേ ഇല്ല. പാലാഴി കടഞ്ഞെടുത്ത സ്വാദുള്ള അമൃത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുടിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. എല്ലാം അതിലുണ്ട് എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗ്ഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.